We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The tidings we bring to you and your kid. We wish you a Merry Christmas and a Happy New Year. Now bring us some figgy pudding. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാഥാസ് കലാഹട്ടിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്മസ് ദിനത്തെ വരവേൽക്കാൻ ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് ഒരുക്കാം. സ്പോഞ്ച് വെച്ചുള്ള ക്രിസ്മസ് ട്രീയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഈ ക്രിസ്മസ് ട്രീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ബുക്കിൻ്റെ പുറം ചട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് തിന്നായിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റും ഉപയോഗിക്കാം. ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ഈ അറ്റം നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഈ കോണ് എല്ലാ വശവും നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു കോൺ കിട്ടിയിട്ടുണ്ട്. ഈ കോണ് നമുക്ക് ടേബിളിൽ വെക്കുമ്പോൾ നേരെ തന്നെ ഇരിക്കണം, എല്ലാ സൈഡും ഒരുപോലെ ആയിരിക്കണം. ഇനി ഈ കോണിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ചോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചോ നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് ഈ കോണിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലുള്ള സ്പോഞ്ചാണ്. ഞാൻ ഇതുപോലെ കുറച്ചധികം സ്പോഞ്ച് പീസ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സാമ്പിളാണ് കാണിക്കുന്നത്. ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ ഫാബ്രിക് കളറും, ഇത് ഗ്രീൻ വാട്ടർ കളറാണ്, ഇതിലേതെങ്കിലും നമുക്ക് ഒഴിച്ചാൽ മതി. നമുക്ക് ആ ഗ്രീൻ കളർ കിട്ടണം. ഞാൻ ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ്. ഈ കളർ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിരിക്കുന്ന കളറിലേക്ക് ഞാൻ ഈ സ്പോഞ്ച് ചെറിയ പീസായിട്ട് മുറിച്ചിടുകയാണ്. നമുക്ക് ആ സ്പോഞ്ചിന് പച്ച കളർ വേണം. ഇനിയിപ്പം നിങ്ങളുടെ പച്ച കളർ സ്പോഞ്ചാണുള്ളതെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പച്ച സ്പോഞ്ച് വെച്ച് തന്നെ ട്രീ ഉണ്ടാക്കാവുന്നതാണ്. ഈ പോർഷൻ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി. നമ്മൾ സ്പോഞ്ചിന് പച്ച കളർ കൊടുക്കുമ്പോൾ സ്പോഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ കളറ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് പിച്ചി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിതൊന്ന് ഇങ്ങനെ അമക്കി കൊടുക്കുക. അപ്പോൾ ആ കളറ് സ്പോഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നതായിരിക്കും. ഞാൻ ആ സ്പോഞ്ച് നന്നായിട്ട് ഉണക്കിയെടുത്തു. എന്നിട്ട് ആ ഉണക്കിയെടുത്ത സ്പോഞ്ച് ഞാൻ മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തു. അതാണ് എല്ലാം നല്ല യൂണിഫോം ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രീക്ക് വേണ്ട കോണ് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഫെവിക്കോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ സ്പോഞ്ച് ഈ കോണിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതല്പം പാടുള്ള കാര്യം തന്നെയാണ്. കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, എങ്കിലും സ്പോഞ്ച് ട്രീയുടെ ഈ കോണിൽ പിടിച്ചിരിക്കാൻ കുറച്ച് പാടാണ്. നല്ല പോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്പോഞ്ച് നമ്മുടെ കൈ പറ്റാത്ത രീതിക്ക് നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു സൈഡ് ഫുള്ള് സ്പോഞ്ച് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി മറുഭാഗം കൂടെ നമുക്ക് സ്പോഞ്ച് വെച്ച് കവർ ചെയ്യാനുണ്ട്. ഇനി സ്പോഞ്ച് ഒട്ടിക്കേണ്ട ഭാഗത്തേക്ക് നമ്മൾ നന്നായിട്ട് ഫെവിക്കോള് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൂടെ നമ്മൾ സ്പോഞ്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കോണ് നമ്മൾ സ്പോഞ്ച് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ.
ഞാനിത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്പോഞ്ചെല്ലാം ഈ കോണിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനല്പം തിളക്കം കൂടെ വേണം. അതുകൊണ്ട് ഞാനൊരിപ്പം ഗ്ലിറ്ററാണ് ഇതിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ക്രിസ്മസ് ട്രീയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗ്ലിറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ട്രീ ഗ്ലിറ്റർ വെച്ച് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതുകൊണ്ട് പഴയ ഡ്രസ്സിലെയൊക്കെ മെറ്റീരിയൽസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ട്രീയിൽ ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ ഞാനിവിടെ 3D ലൈനറും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകട്ടെ. ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ഐറ്റം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വിഷ് യു ആൾ എ മെറി ക്രിസ്മസ്.